ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹി അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 40-41 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. ഇസ് തംഷി, ഇതിൽ ദാലിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കേണ്ടതാണ്. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് മഖ്റജ്, ദാലിൻ്റെ ഉത്ഭവസ്ഥാനം. അതിൻ്റെ കൂടെ അതേ മഖ്റജിൽ നിന്ന് വരുന്ന മറ്റ് രണ്ടക്ഷരങ്ങളാണ് സഉം ളാഉം. അപ്പോൾ ഈ അക്ഷരങ്ങൾക്കൊക്കെയും റഖാവ എന്ന സിഫത്തുണ്ട്. ഒന്നും ഷിദ്ദത്ത് ഉള്ള സിഫത്തല്ല. റഖാവ അഥവാ അയവോടുകൂടി ലൂസാക്കി ഉച്ചരിക്കണം എന്നതാണ്. അപ്പോൾ ഈസ് എന്ന് അയവ് വരുത്തുക. ഈസ് തംഷി, ഇത്തംഷി എന്ന് ഇദ്ഗാം ചെയ്യരുത്. ഇത് തംഷി എന്ന് ശബ്ദത്തിന് ഹറക്കത്ത് പോലെ ചലനം വരരുത്. ഇസ് തംഷി, ഇസ് തംഷി. തംഷി എന്നതിലെ സാക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. തംഷി, തം എന്ന് മണിക്കരുത്. തംഷി, ഇതിലുള്ള യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ആ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇസ് തംഷി ഉഖ്തുക, ഇതിൽ ഖാഇനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. ഉഖ്തുക ഫതഖൂലു, ഇതിലുള്ള ഖാഫിന് തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാന്റെ ഹർഫ്. ഫതഖൂലു ഹൽ അദുല്ലുക്കും എന്നതിലെ അന്ത്യത്തിലെ സാക്കിന തമീം ഇൽഹാർ ഷഫവി ചെയ്ത് മണിക്കാതെ വെളിവാക്കുക. ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലു, അല എന്നതിലെ ആയിൻ വ്യക്തമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. മൻ യക്ഫുലു സാക്കിന താനൂനും ശേഷം യാഉമാണ്. ഇത് ഗംബിഗുന്ന നാഖിസ് നൽകിയ യായിലേക്ക് നൂനിനെ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. മൻ യക്ഫുലു എന്ന് പറയരുത്. കാഫ്, ഷിദ്ദ, ഹംസ് തുടങ്ങിയ അക്ഷരങ്ങൾ സിഫത്തുകളുള്ള അക്ഷരമാണ്. മഹ്മൂസ് ആണ് പ്രധാനമായ അക്ഷരത്തിൻ്റെ അവസ്ഥ അഥവാ അതിനുള്ള സിഫത്ത് ഹംസ്. യക്ഫുലു, യക് എന്ന ശബ്ദത്തിന് ചലനം വരരുത്, ഹറക്കത്ത് പോലെ ആയി പോരുത്. യക്ഫുലു. ഫറജഅനാക, ഇതിൽ റായിനെ പൂർണ്ണമായി തഫ്ഖീം ചെയ്യുക. മഫ്തൂഹാണ് എന്നതുകൊണ്ട് റായിനെ തഫ്ഖീം. ഫറജഅനാക, ഐന് മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക, സൂചിപ്പിച്ചു. ഫറജഅനാക ഇലാ ഉമ്മിക, ഇലാ എന്നതിലെ അലിഫിൻ്റെ ദീർഘം അലിഫ് മഖ്സൂർ എന്നാണ് അതിന് പറയുക. മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൽ അതിനെ ദീർഘിപ്പിക്കുക. ഇലാ ഉമ്മിക, മദ് മുൻഫസിൽ ജായിസ് സൂചിപ്പിച്ചു. ഉമ്മിക, മീം മുശദ്ദദയെ മണിക്കണം. ഇലാ ഉമ്മിക കൈ തഖറ, ഉമ്മിക കൈ തഖറ. ഖാഫിനും റായിനും തഫ്ഖീമാണ്. ഖാഫ് ഇസ്തിഅലാന്റെ ഹർഫാണ്, റാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷര അവസ്ഥയിലാണ്. ഫത്ഹ ആയതുകൊണ്ട് തഫ്ഖീം ചെയ്യപ്പെടുന്ന അക്ഷരമാണ്. തഖറ ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ. അവിടെ വഖഫ് ചെയ്യുമ്പോൾ വലാ തഹ്സൻ എന്ന് സുക്കൂനാണ്. എന്നാൽ അത് വലാ തഹ്സൻ എന്ന് നഹിയിൻ്റെ അവസ്ഥയാണെന്ന് തെറ്റിദ്ധരിച്ചു പോവേണ്ടതില്ല. ചേർത്ത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വലാ തഹ്സാന എന്ന നസ്ബ് ചെയ്തുകൊണ്ടുള്ള അവസ്ഥ തന്നെ കൈ തഖറ എന്നതിലേക്ക് അത്ഫ് ചെയ്ത് വലാ തഹ്സാന വഖതൽത എന്ന് ചേർത്തോതുമ്പോൾ നൂനിൻ്റെ ഫത്ഹ് ശ്രദ്ധിക്കുക. കാരണം അത് മൻസൂബായ മുദാരിയായ ഫിഅലാണല്ലോ. വഖഫിൽ സുക്കൂനാണ്. വലാ തഹ്സൻ. وقتلت نفسا فنجيناك, ഖാഫിന് തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാന്റെ ഹർഫാണ്. وقتلت നഫ്സ, അവിടെ തൻവീനിനെ മണിക്കണം. നഫ്സ
ഇഖ്ഫ ഹഖീഖി എന്ന നിയമം അനുസരിച്ച് അവ്യക്തമാക്കി മണിക്കുക. ശേഷം ഫ വന്നു. നഫ്സൻ ഫനജ്ജൈനാക മിനൽ ഗമ്മി മിനൽ ഗമ്മി. ഗൈനിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ ഹർഫാണ്. ശേഷം മുശദ്ദദ മീമുണ്ട്, മണിക്കണം. മിനൽ ഗമ്മി വഫതന്നാക ഫുതൂന. ഫതന്നാക നൂൻ മുശദ്ദദ മണിക്കുക. വഫതന്നാക ഫുതൂന ഫുതൂന. ഫലബിസ്ത സിനീന ഫലബിസ്ത. സാഹ് നേരത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ മഖ്റജ് ദാല് പറഞ്ഞപ്പോൾ നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം മേലെ മുൻപല്ലും ചേർത്തുകൊണ്ട് ഫലബിസ്ത, അത് ഇദ്ഗാമായി ഫലബിത്ത എന്നായി പോയത്. ഫലബിസ് ലൂസാക്കി പറയുക. ഫലബിസ്ത ഫലബിസ്ത സിനീന സിനീന ഫീ അഹ്ലി മദിയൻ. ഫീ എന്നതിലെ ദീർഘമദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കുക. അഹ്ലി അഹ്ലി ഹ ക്ലിയർ ആക്കണം. അത് അഹ്ലി എന്നൊന്നും ആയിപ്പോരുത്. അഹ്ലി എല്ലാം ഹൽക്കിയ അക്ഷരങ്ങളാണ്, ഹംസയും ഹാവുമൊക്കെ. അഹ്ലി മദിയന ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. സുമ്മ ജിത്ത മീം മുശദ്ദദ മണിക്കണം. സുമ്മ ജിത്ത ഹംസ ശിദ്ദത്തിൻ്റെ അക്ഷരമാണ്. ജിത്ത ജീത്ത എന്നായി പോരുത്. പലരും ജീത്ത എന്ന് പറയും, തെറ്റാണത്. ജിത്ത അലാ ഖദരി യാ മൂസ. അലാ ഖദരിൻ ഖാഫിന് മാത്രം തഫ്ഖീം, ഇസ്തിഅലാന്റെ ഹർഫാണ്. ഖദരി യാ മൂസ. തൻവീനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. ഖദരി ഖദരി യാ മൂസ. വസ്തനഅതുക ലിനഫ്സി. സ്വാദിനും ത്വാഇനും തഫ്ഖീമാണ്, ഇസ്തിഅലാന്റെ ഹർഫുകളാണ്. വസ് വസ് വാവിന് തഫ്ഖീമില്ല. വ വസ് ത വസ് ത. സ്വാദ് ത രണ്ടും തഫ്ഖീം ചെയ്ത് വെച്ചിരിക്കുക. ശേഷമുള്ള അക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല. വസ്തനഅതുക നഅതുക വസ്തനഅതുക ഐന് സൂക്ഷിക്കുക. ലിനഫ്സി. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدر يا موسى واصطنعتك لنفسي